ഉന്നയിക്കുന്നത്. എന്തൊക്കെ ദുരനുഭവങ്ങളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്? നമ്മൾ കേരളം കണ്ടിട്ടില്ലാത്ത വലിയൊരു ദുരന്തത്തിനാണ് സത്യത്തിൽ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോഴും നെട്ടലോടെയാണ്. പലരും അവരുടെ നഷ്ടപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മൃതശരീരം ഒന്ന് കണ്ടുകിട്ടാൻ പ്രയാസപ്പെടുന്ന സമയം. ഇത്തരം സാഹചര്യത്തിൽ പൊതുവേ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നതാണ് പൊതുവെ അഭിപ്രായം. നമ്മളിവിടെ കണ്ടാൽ അറിയാം, ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രയത്നിക്കുകയാണ്. ജീവൻ തിരിച്ചു പിടിക്കാനല്ല, നഷ്ടപ്പെട്ടു പോയാലെ ആ ഉറ്റവരെ ഒന്ന് അവസാനം വരെ നോക്ക് കാണാനുള്ള പ്രയത്നത്തിലാണ്. പക്ഷേ കൃത്യമായി ചിലയിടങ്ങളിൽ പൊളിറ്റിക്സ് നടത്തുകയാണ്. നമ്മൾ കൊട്ടിയൂർ ഭാഗത്താണ് നമ്മൾ ആദ്യ ചെക്ക് പോസ്റ്റ്. അവിടെ നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഒന്നാമത്തെ ദിവസം മുതൽ ഇവിടെയുണ്ട്. അപ്പോൾ അവർ എത്ര ദിവസം വേണ്ടി വരുമെന്ന് അറിയാതെയാണ് അവരെ ഓടി വന്നത്. അവർക്ക് പിന്നീട് ധരിക്കേണ്ട വസ്ത്രം കൊണ്ടുവരാൻ പോലും അവിടെ നിന്ന് വന്നപ്പം വിടാതിരുന്നു. അവർക്ക് വേണ്ടുന്ന മെഡിസിൻ, അതുപോലെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട തുണികൾ വേണമെന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് വരുന്ന വണ്ടികൾ ഉൾപ്പെടെ അവിടെ ബ്ലോക്ക് ചെയ്തു. MLA വിളിച്ച് MLAയുടെ ഫോൺ കൊടുക്കുമ്പം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്നത് ശ്രീകണ്ഠാപുരം CIക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളായിട്ട് പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായി. ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. അതൊന്നും ഒരു മുഖവിലൊക്കെ എടുക്കാതെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. നമ്മൾ കളക്ടർ ഓർഡർ പ്രകാരം ഇന്നലെ എടയന്നൂർ CH സെൻ്ററിൻ്റെ ഫ്രീസർ കൊണ്ടുവന്നപ്പം ഫ്രീസർ അവിടെ ബ്ലോക്ക് ചെയ്തു. RTO നമുക്ക് ലിസ്റ്റ് അയച്ചു തന്നു, നിങ്ങൾക്ക് പോകാനുള്ള ലിസ്റ്റ് ഉണ്ട്. അത് കാണിക്കുമ്പോൾ ശ്രീകണ്ഠാപുരം CI അതൊന്നും നോക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. അവസാനം T സിദ്ദീഖ് MLA വിളിച്ചു. ഇത് MLA ആണെന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പം അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം മണിക്കൂറുകളോളം കാത്തു നിന്നു. ഫ്രീസറാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പം അദ്ദേഹം പറയുന്നത് ഫ്രീസറല്ല പ്രശ്നം, അത് ആംബുലൻസിൻ്റെ കളറ്, അത് ഷിയാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ആംബുലൻസാണ്. അങ്ങനെ വിടുമ്പോൾ സേവാഭാരതി വിടണം. നമ്മൾ പറയുന്നത് എല്ലാവരെയും വിടണമെന്നാണ്. ഈ ദുരന്തമുഖത്തേക്ക് സേവനമായി വരുന്ന മുഴുവൻ സന്നദ്ധ സംഘടനയും, അവിടെ സേവാഭാരതി ഇല്ല, വൈറ്റ് ഗാർഡ് ഇല്ല, യൂത്ത് കെയർ ഇല്ല, യൂത്ത് ബ്രിഗേഡ് ഇല്ല. കാരണം നമ്മൾ കൈമയും മറന്നാണ് ഇവിടെ വരുന്നത്. നമ്മൾ തിരിച്ചു പോകുമെന്ന് പോലെ നമുക്ക് ഉറപ്പില്ല. ഇവിടെ വരുന്ന സ്ഥലങ്ങൾ, നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ രക്ഷാപ്രവർത്തനം കയറിയപ്പം നമ്മളെ മുട്ടോളം കാലം അവിടെ പൂണ്ടുപോകണം. തിരിച്ചു കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അത്ര പ്രയാസപ്പെട്ട് ഓരോരുത്തരും വരുന്നത് ഈ പ്രയാസപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കാനാണ്. അങ്ങനെ വരുന്നവരെ ഒരു രാഷ്ട്രീയം കളിച്ച് കളറ് നോക്കി ജില്ലാ പഞ്ചായത്ത് നിരവധി വണ്ടികൾ ആ ബോർഡറിൽ നിന്ന് DYFയുടെ വിട്ടപ്പം നമ്മളെ പല യൂത്ത് ലീഗിൻ്റെ വാഹനങ്ങൾ, വൈറ്റ് ഗാർഡിൻ്റെ വണ്ടികൾ റൂട്ട് മാറ്റി പ്രയാസപ്പെട്ട് വരേണ്ടി വന്നു. അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായി. അത് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ T സിദ്ദീഖ് MLA മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് സൂചിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. ശനിയെങ്കിലും നമ്മളെ പോലുള്ള സന്നദ്ധ സേവകർക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെയും ഏത് പാതിരാവിലും എത്ര പകലന്തിയോടെ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഇവിടെ പൊളിറ്റിക്സ് കളിക്കരുതെന്ന് മാത്രമാണ്.